വെൽക്കം ടു ഈസി ആൻഡ് ടേസ്റ്റി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ബ്രെയിൻ ഫ്രൈ ആണ്. ഇത് ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് മട്ടൺ ബ്രെയിന്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളും. ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മട്ടൻ്റെ ബ്രെയിനാണ്. അത് കുറച്ച് നേരം ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അതുപോലത്തെ ബ്ലഡ് വെയിൻസും മറ്റ് അഴുക്കൊക്കെ മാറ്റിയിട്ട് ഒന്ന് കഴുകി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 15 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്ന് പേസ്റ്റാക്കി വെക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, കരിഞ്ഞു പോവാതെ നോക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചുവന്നുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, കാരണം വേഗം കരിയാൻ സാധ്യതയുണ്ട്. എല്ലാം പേസ്റ്റ് ആക്കിയതുകൊണ്ട് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൺ ബ്രെയിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. വിനെഗർ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മട്ടൺ ബ്രെയിൻ ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഈ ഗ്രേവി എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം, കാരണം ഭയങ്കര സോഫ്റ്റാണ് ബ്രെയിന്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കുറവുണ്ടെന്നെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ബ്രെയിനൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. മട്ടൺ ബ്രെയിനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് എരിവിന് അനുസരിച്ചിട്ട് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈ വെളിച്ചെണ്ണയും പെപ്പർ പൗഡറും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കുക. എന്നിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഡ്രൈ വേണ്ട, കുറച്ച് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ നമുക്ക് നിർത്താം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എല്ലാ ഭാഗവും മുരിഞ്ഞ് സൈഡിൽ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മട്ടൺ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഗീ റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡിഷ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.